ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടമായിട്ടുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്? അച്ഛൻ ആ ചെറിയ വീട് എടുത്തോന്ന് പറഞ്ഞത് മേഘയോടല്ല, പ്രിയയെ വിചാരിച്ചിട്ടാണ്. ഞാൻ ഒരു കാലത്തും മേഘയ്ക്ക് മാപ്പ് കൊടുക്കുകയും ഇല്ല. അപ്പോൾ ലക്ഷ്മി തിരിച്ചൊന്നും പറയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛാ, മേഘ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി മനസ്സ് മാറി വരും. എനിക്കങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല. മഹേന്ദ്രൻ ഇടയ്ക്ക് കയറി പറയുകയാണ്. അപ്പം മുത്തശ്ശനും ചന്ദ്രികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ, നായയുടെ വാല് ഒരു കാലത്തും നിവർന്നു വരില്ല. അതുപോലെ തന്നെയാണ് മേഘയും. അവൾ ഒരിക്കലും തിരുത്തുകയേ ഇല്ല. അദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നീട് ആരും ഒന്നും പറയുന്നില്ല. അപ്പം എല്ലാവരോടും പോയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും അവരുടെ ജോലി ചെയ്യും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്രിക ലക്ഷ്മിയെ സമാധാനിപ്പിക്കുകയാണ്. എത്ര തന്നെ പറഞ്ഞാലും ലക്ഷ്മിക്ക് മേഘയോട് ഇഷ്ടമുണ്ടെന്ന് അവൾക്ക് അറിയായിരുന്നു. അതേസമയം ജാനകിയാണെങ്കിൽ പോവാൻ റെഡിയായിട്ട് അവരുടെ സാരിയൊക്കെ മടക്കി പെട്ടിയിൽ വെക്കുവാണ്. അങ്ങോട്ടേക്കാണ് മുത്തശ്ശൻ പറഞ്ഞയച്ചത് പ്രകാരം ആരതി അമ്മയെ വിളിക്കാൻ വന്നത്. അവൾ വരുന്ന സമയത്ത് കാണുന്ന ജാനകി പെട്ടിയൊക്കെ റെഡിയാക്കുന്നതാണ്. കരഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആരതി ആകെ ഞെട്ടിപ്പോയി. അവൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, ഇതെന്താ അമ്മ ഡ്രസ്സൊക്കെ എടുത്ത് പെട്ടിയിലാക്കി വെക്കുന്നത്? അമ്മ എവിടെ പോകാൻ പോവാ? ഇനി ഞാൻ എങ്ങനെ ഈ വീട്ടിലുള്ള മറ്റുള്ളവരെ മുഖത്തേക്ക് നോക്കുക എന്ന് എനിക്കറിയില്ല. നിൻ്റെ അച്ഛൻ്റെ വർത്തമാനം കേട്ട് ഞാൻ എൻ്റെ ഏട്ടനെ വല്ലാതെ അപമാനിച്ചിട്ടുണ്ട്. എൻ്റെ സംസാരം കേട്ട് അദ്ദേഹം ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഒന്നിനും ആരതി മറുപടി പറയുന്നില്ല. കാരണം അമ്മ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവൾക്കും അറിയായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ജാനകി പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും നന്നായിട്ട് ജീവിക്കണമെന്ന് കരുതി അദ്ദേഹം എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ അതെല്ലാം മറന്ന് അദ്ദേഹത്തെ എനിക്ക് വായി തോന്നിയതെല്ലാം പറഞ്ഞു. ആരതി മറുത്തൊന്നും പറയാതെ സങ്കടത്തോടെ നിൽക്കുവാണ്. അപ്പോൾ കരച്ചിലടക്കിക്കൊണ്ട് ജാനകി പറയുന്നുണ്ട്, അതിനൊക്കെ പ്രായശ്ചിത്തമായിട്ട് എനിക്ക് ഞാൻ തന്നെ ശിക്ഷ വിധിക്കാമെന്ന് കരുതി. അമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ച് ആരതി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ജാനകി പറയുന്നത്, ആരതി, നീയും സിദ്ധാർത്ഥും ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ പോയി താമസിച്ചോളാം. അമ്മയുടെ ആ ഒരു നിലപാട് അതായിരുന്നെന്ന് കേട്ട സമയത്ത് ആരതി ശരിക്കും ഞെട്ടിപ്പോയി. അത് പറഞ്ഞ് ജാനകി പൊട്ടിക്കരയാണ്. അപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്കിള് അമ്മയ്ക്ക് മാപ്പ് തരില്ലെന്നാണോ അമ്മ കരുതുന്നത്? അപ്പോൾ ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ ചേട്ടൻ എനിക്ക് മാപ്പ് തരും ആരതി, പക്ഷെ ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമല്ലോ. ആ പ്രായശ്ചിത്തമായിട്ടാണ് ഞാൻ അനാഥ മന്ദിരത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ജാനകി പറഞ്ഞപ്പോൾ ആരതി പറയാണ്, അമ്മ, ഞങ്ങൾ ഇത്രയും ആളുകൾ ഇതിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ അമ്മ അനാഥ മന്ദിരത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്? ആരതി, എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കേണ്ട നീ. ഞാൻ എവിടെയെങ്കിലും നിങ്ങൾ അറിയാത്ത സ്ഥലത്തേക്ക് പോയിക്കോളാം. നീയും സിദ്ധുവും എന്നെ തേടി വരണ്ട. അപ്പോൾ ആരതി അമ്മയോട് പറയാണ്, അമ്മ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല. ഇവിടെ ഇരിക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആരതി പുറത്തേക്ക് പോവുകയാണ്. ആരതി മുത്തശ്ശനെ വിളിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ജാനകി അവരുടെ ജോലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാരിയൊക്കെ മടക്കി പെട്ടിയിൽ വെക്കുന്നുണ്ട്. അതിനിടയിൽ അവിടെ നിന്നൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് മഹേന്ദ്രൻ്റെ ഫോട്ടോ ആണ്. അത് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഏട്ടാ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും മനസ്സിലാക്കാതെ ഞാൻ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. എനിക്ക് മാപ്പ് തരൂ ഏട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഡ്രസ്സൊക്കെ എടുത്തു വെക്കുകയും ആ ഫോട്ടോ കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് ആ ഒരു പെട്ടിയിൽ എടുത്തു വെക്കുകയും ചെയ്യുകയാണ്. ചന്ദ്രിക ജാനകിയുടെ റൂമിന് പുറത്തു വന്ന് നിൽക്കുമ്പോൾ കാണുന്നത് ജാനകി പെട്ടിയൊക്കെ അടുക്കി വെക്കുന്നതാണ്. ആദ്യം അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയായിരിക്കുന്നേ കരുതിയിട്ടുള്ളൂ. പിന്നീടാണ് കരഞ്ഞുകൊണ്ടാണ് ജാനകി അങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് കാര്യം പിടികിട്ടി. അവൾ വേഗം മുറിയിലേക്ക് ചെല്ലുവാണ്. അമ്മായി, ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് എങ്ങോട്ട് പോവും അമ്മായി? അപ്പോൾ ജാനകി ചന്ദ്രികയെ നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുവാണ് ചന്ദ്രിക. അത് കേട്ടതും ചന്ദ്രിക ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാനൊരു അനാഥ മന്ദിരത്തിലേക്ക് ചേരാനാണ് പോകുന്നത്. ഞാൻ ദൂരെ എവിടേക്കെങ്കിലുമാണ് പോകുക. ഇനി എന്നോടൊന്നും ചോദിക്കരുത് ചന്ദ്രിക. ജാനകി അതും പറഞ്ഞ് കരയുന്ന സമയത്ത് ചന്ദ്രിക അവരോട് പറയുന്നുണ്ട്, അമ്മായി, മേഘ പണയത്തിന് വെച്ച ഈ വീട് എന്നെക്കൊണ്ട് വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് ചുറ്റുമുള്ള മുഴുവൻ പേരും പറഞ്ഞിട്ടും ഞാനിത് വീണ്ടെടുത്തു. അതെന്തിനാണെന്ന് അറിയാമോ? നിങ്ങളും എൻ്റെ അച്ഛനും കുട്ടിക്കാലം മുതൽ വളർന്നു വന്ന ഈ വീട് മറ്റാർക്കും പോവാതിരിക്കാൻ വേണ്ടിയാ. ജാനകി ഒന്നും പറയാതെ കണ്ണുനീരോടെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായി, ഇത് വെറൊരു വീട് മാത്രമല്ല അമ്മായി, നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ ആധാരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്.
ചന്ദ്രിക പറയുന്ന സമയത്ത് മഹേന്ദ്രനോടുള്ള സ്നേഹം കൊണ്ട് ജാനകി കരഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് അവളെ നോക്കുവാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, വീട് എന്ന് വെച്ചാൽ വെറും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മാത്രം ഉണ്ടാക്കുന്നതല്ല. വീട് എന്ന് വെച്ചാൽ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും വിശ്വാസവും ഒക്കെ ചേർന്നതാണ്. അമ്മായി, ഈ വീടിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം തന്നെ നിങ്ങൾക്കുള്ളതാണ്. ചന്ദ്രികയുടെ സംസാരം കേട്ടിട്ട് ജാനകി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഒരക്ഷരം പോലും മറുത്തു പറയാതെ. അപ്പം കരഞ്ഞിട്ട് തന്നെ ചന്ദ്രികയും പറയുന്നുണ്ട്, പൂജാമുറിയിൽ നിലവിളക്ക് എത്രത്തോളം മുഖ്യമാണോ അതുപോലെ തന്നെ ഈ വീട്ടിൽ നിങ്ങളും അത്ര തന്നെ മുഖ്യമാണ് അമ്മായി. നിങ്ങളില്ലാത്ത ഈ വീട് വീടായിട്ടുണ്ടാവില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീട് വിട്ടിട്ട് എങ്ങോട്ടും പോവരുത്. നിറകണ്ണുകളോടെയാണ് അവൾ പറയുന്നത്. ചന്ദ്രിക പറയുന്നത് കേട്ട് ജാനകി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളും അച്ഛനും തമ്മിൽ ദേഷ്യപ്പെട്ടതും വഴക്ക് പറഞ്ഞതും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അത് മറ്റുള്ളവർ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളാണ്. നിങ്ങളെ രണ്ടുപേരെയും തമ്മിലകറ്റി അതിനിടയിൽ നിന്ന് അവർ കളിച്ചതാണ്. എന്നാൽ ദൈവം എല്ലാത്തിനും ഒരു അവസാനം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛന് അമ്മായിയുടെ അടുത്ത് ഒരു ദേഷ്യവുമില്ല അമ്മായി. നിങ്ങൾ അച്ഛനോട് അങ്ങനെ പെരുമാറിയല്ലോ എന്ന് കരുതി ചിന്തിച്ച് ഈ വീട് വിട്ട് പോവരുത്. ചന്ദ്രിക എന്തൊക്കെ പറഞ്ഞിട്ടും ജാനകി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, മറുത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അമ്മായി, ഇത് നിങ്ങളുടെ വീടാണ്. ഈ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട്. പക്ഷേ ചന്ദ്രിക ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ വീട്ടിൽ താമസിക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് തന്നെയാണ് ജാനകി കരുതുന്നത്. അതുകൊണ്ട് ചന്ദ്രികയോട് മറുത്തൊന്നും പറയാതെ ആരതിയെ വിളിക്കുകയാണ്. ആരതി, നീ എവിടെ പോയി ആരതി? ദയവ് ചെയ്തൊരു ഓട്ടോ വിളിച്ചതാ ആരതി. അമ്മായി പ്ലീസ് അമ്മായി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മായി. ചന്ദ്രിക വീണ്ടും കരഞ്ഞ് കാല് പിടിക്കും പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും ആരതി മുത്തശ്ശനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മായി എങ്ങോട്ടും പോവല്ലേ അമ്മായി. അപ്പോഴേക്കും ചന്ദ്രിക മുത്തശ്ശനെയും ആരതിയെയും കാണുവാണ്. അപ്പോൾ മുത്തശ്ശനെ നോക്കിക്കൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, മുത്തശ്ശ നോക്കൂ മുത്തശ്ശ, നമ്മളെ എല്ലാവരെയും ഒഴിവാക്കിയിട്ട് അമ്മായി പുറത്തേക്ക് പോവുകയാണെന്ന്, ഏതോ അനാഥ മന്ദിരത്തിലേക്ക്. അവരോട് പോവണ്ടെന്ന് പറ മുത്തശ്ശ. ചന്ദ്രിക മുത്തശ്ശനോടും അത് തന്നെ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങളെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്ക്. അമ്മായിയോട് ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ പറയൂ. ജാനകി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അച്ഛനെ നോക്കിയിട്ട്. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, അമ്മ പ്ലീസ് അമ്മ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മ. അപ്പോൾ മുത്തശ്ശൻ ജാനകിയോട് പറയാണ്, മോളെ ജാനകി, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എടുത്തിരിക്കുന്ന ഈ തീരുമാനം വലിയ തെറ്റാണ്. തുടക്കത്തിൽ വാസുവിൻ്റെ സംസാരവും അവൻ പറയുന്നതും മാത്രം കേട്ട് മഹേന്ദ്രനെയും ലക്ഷ്മിയെയും ഒട്ടും നീ അനുസരിച്ചില്ല. അവർ പറയുന്നതൊന്നും നീ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. മേഘ പറയുന്നത് കേട്ട് അവൾക്കൊപ്പം ചേർന്ന് മഹേന്ദ്രനെയും ലക്ഷ്മിയും നീ ശത്രുവായി കണ്ടു. ഓർമ്മയുണ്ടോ നിനക്കതൊക്കെ? ഇപ്പോൾ ആരാണ് സത്യമെന്നും ആരാണ് കള്ളത്തരെന്നും നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ജാനകി അച്ഛനോട് മറുത്തൊന്നും പറയാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ തെറ്റ് ചെയ്തത് കൊണ്ടാണ് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മുഖത്തേക്ക് നോക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ വീട് വിട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നീ എത്ര തന്നെ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും അപമാനിച്ചാലും അവർക്ക് രണ്ടുപേർക്കും നിൻ്റെ മേലൊരു ദേഷ്യമോ ഇഷ്ടക്കേടോ ഒന്നുമില്ല മോളെ. അതെന്താണെന്ന് വെച്ചാൽ അവർ നിൻ്റെ മേൽ വെച്ചിരിക്കുന്ന സ്നേഹം സത്യമുള്ളതാണ്. നീ എന്തൊക്കെയോ ദേഷ്യം വന്നപ്പോൾ അവരോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. മഹേന്ദ്രൻ ഒരിക്കലും ആർക്കു വേണ്ടിയും നിന്നെ വിട്ട് കളയില്ല. ചന്ദ്രികയും അത് സമ്മതിച്ച് തലയാട്ടുവാണ്. അപ്പോൾ ജാനകി കരച്ചിലൊക്കെ അടക്കി അച്ഛൻ പറയുന്നത് ക്ഷമയോടെ കേട്ട് നിൽക്കുന്നുണ്ട്. നീ ഈ വീട് വിട്ട് പോവാൻ ഒരുങ്ങുകയാണെങ്കിൽ മഹേന്ദ്രനും ലക്ഷ്മിയും തീർച്ചയായിട്ടും അത് സമ്മതിക്കില്ല. ഇനിയെങ്കിലും നീ നിൻ്റെ ചേട്ടനെയും ചേട്ടത്തി അമ്മയെയും ബഹുമാനിക്കുകയും അവർക്ക് സ്ഥാനവും വിലയും കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ എടുത്ത തീരുമാനം നീ മാറ്റിയേ പറ്റൂ. ഇങ്ങനെ അവരെ ഒഴിവാക്കിയിട്ട് അനാഥ മന്ദിരത്തിൽ പോകുന്നതാണോ നീ അവർക്ക് കൊടുക്കുന്ന മര്യാദ? നീ ഈ വീട്ടിൽ തന്നെ അവർക്കൊപ്പം താമസിക്കുന്നതാണ് നീ അവരോട് ചെയ്യുന്ന മര്യാദ. ഇതുവരെയും നീ എടുത്ത തീരുമാനങ്ങൾ അത്രയും തെറ്റായിരുന്നു. ഇനിയെങ്കിലും ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമോളെ. നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും സങ്കടപ്പെടുത്തല്ലേ. അവർക്കൊരു കുറ്റബോധത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ. ദയവ് ചെയ്ത് ഈ വീട്ടിൽ തന്നെ നിൽക്കുമോളെ. അദ്ദേഹം മകളോട് യാചിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വൃത്തിയായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാനകിയാണെങ്കിൽ അച്ഛൻ പറഞ്ഞതിനൊന്നും മറുത്തു പറയാതെ ഒക്കെ ക്ഷമയോടെ കേട്ടു നിന്നു. കാരണം അവർക്കറിയായിരുന്നു അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുള്ളതെന്ന്. താൻ പറയുന്നത് ജാനകി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മഹേന്ദ്രൻ നിന്നെ സഹോദരിയായിട്ടല്ല മകളെ കണ്ടിരിക്കുന്നത്, നിന്നെയും അവൻ്റെ മകളായിട്ടാണ് കണ്ടിരിക്കുന്നത്. ജാനകി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിന്നെ പ്രസവിച്ചപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നിൻ്റെ അമ്മ മരിച്ചതാണ്.
താഴെയും തലയിലും വെക്കാതെയാണ് അവൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നത്. നീ അവനെ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും അവനോട് ദേഷ്യപ്പെട്ടാലും ഒരിക്കലും അവൻ നിന്റെ അടുത്ത് ദേഷ്യം പിടിക്കില്ല. നിന്റെ മേലുള്ള അവൻ്റെ സ്നേഹം ഒരിക്കലും കുറയില്ല മോളെ. ഇനിയെങ്കിലും ആ മേഘയുടെ അടുത്ത് ശ്രദ്ധയോടെ നിൽക്ക്. ഇല്ലെങ്കിൽ നിന്നെയും അവൾ കൊണ്ടുപോയി നടുത്തെരുവിൽ തള്ളിയിടും. അദ്ദേഹം സംസാരിക്കുന്ന സമയം അത്രയും അവർ 3 പേരും ഒന്നും മറുത്തു പറയാതെ കേട്ട് നിൽക്കുവാണ്. അവസാനം അദ്ദേഹം ചന്ദ്രികയോടും ആരതിയോടും പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ജാനകി എങ്ങോട്ടും പോവില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്തോളൂ. ഞാൻ സംസാരിച്ചോളാം ഇവളോട് എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രികയും ആരതിയും ജാനകിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ജാനകി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മേഘയും മാലതി മുത്തശ്ശിയും മനോഹരനും പ്രിയയും ചേർന്നിട്ട് ആ ചെറിയ വീട്ടിലേക്ക് പോകുവാണ്. പൊരി വെയിലത്താണ് അവർ നടക്കുന്നത്. അവരുടെ കയ്യിൽ അവരുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയ്യാത്തതുപോലെയാണ് അവർ നടന്നിട്ട് ആ ചെറിയ വീടിനടുത്തേക്ക് പോകുന്നത്. എല്ലാവരുടെ മുഖത്തും നിരാശയും സങ്കടവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഏകദേശം അങ്ങോട്ട് ആ വീടിനടുത്തെത്തിയ സമയത്ത് അവർ തിരിഞ്ഞിട്ട് ഈ വലിയ വീട്ടിലേക്ക് നോക്കുവാണ്. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുമുണ്ട്, മാളിക പോലെ വലിയ വീട്ടിൽ മഹാറാണി പോലെ താമസിച്ചതാണ്. അങ്ങനെയുള്ള എന്നെ ഇങ്ങനത്തെ ചെറിയ വീട്ടിൽ കൊണ്ടിട്ടല്ലോ നിങ്ങൾ. അപ്പോൾ മനോഹരൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങളെന്താ ജനിക്കുമ്പോൾ തന്നെ വലിയ കൊട്ടാരത്തിൽ ജനിച്ച ആളെ പോലെ സംസാരിക്കുന്നത്? അത് കേട്ട സമയത്ത് മുത്തശ്ശി ദേഷ്യത്തോടെ മനോഹരനെ നോക്കുവാണ്. ഇങ്ങോട്ട് നോക്ക് ചേച്ചി, ഇതിനേക്കാളും മോശമായ ഓലക്കുടിലായിരുന്നില്ലേ ചെറിയ പ്രായത്തിൽ താമസിച്ചിരുന്നത്? ഇപ്പോൾ വലിയ ആളായിട്ട് സംസാരിക്കുന്നത്. ഒന്ന് വരാൻ നോക്ക് ചേച്ചി. മനോഹരൻ അവരെ കളിയാക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുന്നുണ്ട്. മേഘയാണെങ്കിൽ ഒന്നും പറയാതെ അവളുടെ ഗതികേട് ഓർത്ത് നിൽക്കുകയാണ്. മനോഹരൻ പറഞ്ഞപ്പോൾ മുത്തശ്ശിയും മറുത്തൊന്നും പറയുന്നില്ല. അപ്പം മനോഹരൻ പറയുന്നുണ്ട്, ഇവിടുന്ന് മൊത്തമായിട്ട് പറഞ്ഞു വിടാതെ ഇവിടെയെങ്കിലും അവർ താമസിക്കാൻ സ്ഥലം തന്നില്ലേന്ന് ഓർക്ക്. അത് ചിന്തിച്ച് സന്തോഷിക്ക്. പകരം ഓരോന്ന് പുലമ്പിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പം മുത്തശ്ശി തൻ്റെ അരിശം തീർക്കുകയാണ്. നിങ്ങളെ 2 പേരെയും വിശ്വസിച്ചതിന് ഇന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടിലാക്കിയില്ലേ എന്നെ? മേഘ ഒന്നും പറയാതെ നിൽക്കുകയാണ്. അവളാകെ നിരാശയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മനോഹരൻ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി കൈനീട്ടുന്നത് നിങ്ങൾക്ക് എന്താ പുതിയതായിട്ടുള്ള പാടാണോ? മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞു വരുന്നത്? അയ്യോ ചേച്ചി, ചേച്ചി വിചാരിച്ചതുപോലെയല്ല. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ നിലയിലെത്തിയത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. തൽക്കാലം രക്ഷപ്പെട്ടു മനോഹരൻ മനസ്സിൽ വിചാരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അയ്യോ എന്തിനാ മുത്തശ്ശി ഇങ്ങനെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുന്നത്? ഒന്ന് വായ് പൂട്ടിയിട്ട് വരാമോ? ആ അതെ അതെ, ഇങ്ങനെ പറഞ്ഞാണ് എൻ്റെ വായ് അടച്ചു പൂട്ടിയത്. അങ്ങനെ അവർ വീണ്ടും ആ ചെറിയ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൻ്റെ വാതിലിന് മുന്നിൽ എത്തിയതും എല്ലാവരുടെ മുഖത്തും ഒരുപോലെ ദേഷ്യവും സങ്കടമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവസാനം മേഘ തന്നെ പറയുന്നുണ്ട്, അമ്മാവാ വീട് തുറക്ക്. അപ്പം മനോഹരൻ പോക്കറ്റിൽ നിന്ന് ചാവി എടുത്തിട്ട് ചേച്ചിയോട് പറയാണ്, ചേച്ചി എന്നാ ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ ഈ വാതിൽ തുറക്ക്. അതെ അതെ, ഇത് വലിയ മണിമാളികയാണല്ലോ, ചാവിയൊക്കെ തന്നിട്ട് എന്നോട് തുറക്കാൻ പറയാനേ. നീ തന്നെ തുറക്കടാ. ചേച്ചി പരിഹസിച്ചപ്പോൾ അനിയൻ പറയുന്നുണ്ട് ഇങ്ങനെ പിച്ചും പേയും. ഓ വലിയ ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനോഹരൻ തന്നെ വാതിൽ തുറക്കുന്നത്. അകത്തെ വാതിൽ തുറന്നെങ്കിലും ആർക്കും അകത്തേക്ക് കയറാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവിടെ തന്നെ നിന്നിട്ട് അകത്ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരി ശരി, എല്ലാവരും വലതുകാലം എടുത്തു വെച്ച് അകത്തേക്ക് കയറാൻ നോക്ക്. പിന്നെ അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ, അടുത്ത ആൾക്കാരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വലതുകാലം എടുത്തു വെച്ചാൽ എന്താ ഇടതുകാലം എടുത്തു വെച്ചാൽ എന്താ? മനോഹരനും വിട്ടുകൊടുക്കുന്നില്ല. മേഘ നീ ഇടതുകാലം എടുത്തു വെച്ചിട്ട് അകത്തേക്ക് കയറിക്കോ, മനോഹരൻ മേഘയോട് പറഞ്ഞു കൊടുക്കുകയാണ്. മേഘയും ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശി മേഘയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മേഘ, ഇവൻ്റെ വാക്ക് കേട്ടത് കൊണ്ടാണ് നീ എവിടെ എത്താതായത്. അയ്യോ നിങ്ങൾ 2 പേരും ഒന്ന് വായി പൂട്ടി നിൽക്കാമോ? മേഘയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒന്ന് കയറ് മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ആദ്യം തന്നെ വലുതുകാലിച്ച് കയറുകയാണ്. രണ്ടാമത് പ്രിയയോട് കയറാൻ പറയുന്നുണ്ട്. പ്രിയയ്ക്ക് പിന്നാലെ മേഘയും മനോഹരനും അകത്തേക്ക് കയറുകയാണ്. അവർ 4 പേരും അകത്തെത്തി ബാഗൊക്കെ അവിടെ ഇട്ടെങ്കിലും ചുറ്റിലും നോക്കുന്തോറും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അത്രയും ചെറിയൊരു വീട്ടിലേക്കാണല്ലോ തങ്ങൾ എത്തിപ്പെട്ടത് എന്ന് ആലോചിച്ചിട്ട് പ്രിയക്ക് പോലും ആ വീട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരൻ ചുറ്റിലും നോക്കിക്കൊണ്ട് ചേച്ചിയോട് പറയാണ്, ചേച്ചി നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ വലിപ്പേ ഉള്ളൂ ഈ വീട് മൊത്തമായിട്ട്. ഈ വീട്ടിൽ ഇനി എങ്ങനെയാ താമസിക്കാന്ന് ഒരെത്തും പിടിയും ഇല്ല. അവരിങ്ങനെ ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ പറ ചേച്ചി, കോവിൽ അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെ സത്രം, അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടാവും. മുത്തശ്ശി പരിഹാസത്തോടെ പറയാണ്.
പോയി നിനക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും താമസിച്ചോ. എന്താ ചേച്ചി കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത്? നിങ്ങളല്ലാതെ ഈ ലോകത്ത് എനിക്ക് മറ്റാരാ ഉള്ളത്? ആ അതെ അതെ, ഇങ്ങനെ പറഞ്ഞാണ് നിങ്ങളുടെ അവസ്ഥയിലേക്ക് എന്നെയും കൂട്ടി കൊണ്ടുവന്നത്. മുത്തശ്ശിക്ക് തൻ്റെ അരിശം തീരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരൻ ചിരിച്ചുകൊണ്ട് മേഘയോട് പറയാണ്, മേഘ, പുതിയ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ പാല് കാച്ചലാണല്ലോ സമ്പ്രദായം. നീ പോയി പാല് കാച്ചി വരുമോ? മേഘയോട് ചോദിച്ച കേട്ടതും മേഘ അരിശത്തോടെ മനോഹരനെ നോക്കുവാണ്. ഒപ്പം തന്നെ മുത്തശ്ശിയും. അവരുടെ മുഖത്ത് ദേഷ്യം കണ്ടപ്പോൾ തന്നെ മനോഹരന് പേടിയായിട്ടുണ്ടായിരുന്നു. അയാൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.